ടീച്ചറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തതെന്ന്. ഞാനൊരു ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കണ്ടിട്ട്. അതെല്ലാം മറ്റേ വിനീതിന്റെ ഐഡിയ ആണ്. എന്റെ ഒരു പങ്കും ഇല്ലാത്തില്ല. അത് ഉള്ളിന്ന് വരൂലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിന്ന് വന്നാലേ പറ്റൂ. എന്താ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വിയറ്റ്നാം ടൂർ പോയേക്കാണ്. ഉണ്ടായിരുന്നു ഒരു 1-2 മണിക്കൂർ ഒരു വീക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ? ലിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ലിജോ അതിനെല്ലാം ഹാരിസും പ്രിപ്പയറാണ്. അപ്പോൾ കൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീസർ ഈ ടിവിന് ഇറക്കിയത്. ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് ഇന്നലെ ഡിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പം പറഞ്ഞു ഇത് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് സിനിമയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ഡിജോ പറഞ്ഞതുപോലെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം ഹാരിസും പ്രിപ്പയറാണ്. അപ്പോൾ കൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി നടക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല. എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഡിജോയും പറഞ്ഞു, ഷാരിസും എല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടുപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷനിലൂടെയും ഈ സിനിമയിൽ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിനിമ കണ്ടിരുന്നു. സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ ഇറങ്ങാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. ഈ സിനിമ ചെയ്യാനാണോ? ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ ആൽപ്പറമ്പിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരു ഇതും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല, തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയ ആണ്. എൻ്റെ ഒരു പങ്കും ഇല്ലാത്തില്ല. അല്ലേ, വിനീതത്ത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതൻ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ
എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ പാത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കും. അത് ഉള്ളിൽ നിന്ന് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് വന്നാലേ പറ്റൂ. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു. വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു. ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യം വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. അപ്പം ഓക്കെ. അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു രീതിയിലാണ്. കാരണം അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഡിജോയുടെ മുമ്പത്തെ 2 സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്താ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വിയറ്റ്നാം ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഇവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഡിജോ വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസത്തോടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചാൽ. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാതെ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഉണ്ടായിരുന്നു ഒരു 1-2 മണിക്കൂർ ഒരു വീക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് ബിഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡിസ്കഷനായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പലത് വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല, അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മേളിലാണ്. ഒരു 90% സിനിമകൾ അല്ലെങ്കിൽ 95% സിനിമകൾ. മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമിലും ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറക്കുമ്പം അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓഡിയൻസെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മോഡിലാണ്.
ചെലവഴിക്കാന്നുള്ള കാര്യം. അപ്പം ഇവൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് എ സിയിലാണെങ്കിലും വന്ന് ഇരുന്നോട്ടെന്ന് പുറത്ത് എങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂട്ടിയതില്ല, 2:30 തീർക്കാവുന്ന പറഞ്ഞു. ഇപ്പോ നിതിൻ മോളി കലക്കി, നിവിൻ പോളി ഇതിൽ അടിച്ചു പൊളിക്കുമോ? ഇതില് ആൽപ്പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആണ് വിശ്വാസം. നിവിൻ പോളിയില്ല ഇതില്, ഗോപിയാണ്. അല്ല, ഷാരിസം എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞത്. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ടൊവിനോയുടെ അടുത്ത സിനിമ ഞാൻ നിർമ്മിക്കുന്നത്, എൻ്റെ അടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് അതും വിജയിക്കണം. എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പം ടൊവിനോയുടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വാശി വേണം. ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലു ഇറങ്ങി, ഉന്മേഷ് പിങ്കണ്ടത്ത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി. എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്. 800ഓളം തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് 100-200 സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ, ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഇപ്പം ഡിജോ പറഞ്ഞതുപോലെ നല്ല ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 50 ദിവസം 60 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 130 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർത്തത് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തതെന്ന്. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവൻ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കൊണ്ടിട്ട്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ചിടപെടുക. ഓക്കെ.